നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2024 ജൂൺ മാസം 17-ാം തീയതി 1199 ആണ്ട് മിഥുന മാസം 3-ാം തീയതി തിങ്കളാഴ്ചയാണ്. ചിത്തിര നക്ഷത്രമാണ്. ചിത്തിര നക്ഷത്രം വർജ്യമായ നക്ഷത്രമൊന്നുമല്ല. ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് എടുക്കാവുന്ന നക്ഷത്രങ്ങളിൽ പെടുന്നത് തന്നെയാണ് ചിത്തിരയും. അപ്പോൾ ഇന്ന് ദിവസമോ ശുഭദിനമാണ് തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ചയ്ക്കുള്ള പ്രത്യേകത, നമ്മളൊരു അവധിയൊക്കെ കഴിഞ്ഞ് ഇന്ന് പുതിയ ഒരാഴ്ചയ്ക്കുള്ള പ്ലാനിങ്ങുമായിട്ട് ഇറങ്ങുന്ന ദിവസമാണ്. വർക്കിൻ്റെ കാര്യത്തിലായാലും ശരി, നമ്മൾ ഒരു ആഴ്ച ആരംഭിക്കുകയാണ്. അന്നത്തെ ദിവസം നല്ല ദിവസവും നല്ല നക്ഷത്രവും കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച നമുക്ക് ഭംഗിയായി പോകാൻ ഉള്ള തയ്യാറെടുപ്പ് നടത്താവുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ച, ശുഭദിനം, ശുഭനക്ഷത്രം. അതിലുപരി ഇന്ന് ദിവസം കൊള്ളാം. പക്ഷേ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ, ചിത്തിര നക്ഷത്രം, മിഥുന മാസത്തിലെ ചിത്തിര നക്ഷത്രം വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തിൽ നിന്നാണ് നമുക്ക് ബർത്ത്ഡേ കൂടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ബർത്ത്ഡേയിലൂടെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ഐശ്വര്യപ്രദമായ അവസ്ഥകളുണ്ടാവുന്ന വർഷം തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ബർത്ത്ഡേ തിങ്കളാഴ്ച വന്ന സ്ഥിതിക്ക് ശുഭകാര്യങ്ങൾ, പ്രത്യേകിച്ച് ജോലി കയറ്റം, പുതിയ ജോലി ലഭിക്കുക, പുതിയ സ്ഥലങ്ങളിലേക്ക്, അത് മറ്റ് രാജ്യങ്ങളിലേക്കാവാം, യാത്ര ചെയ്യാൻ അനുകൂലപ്രദമാണ്. മറ്റൊന്ന്, വീട് വെക്കാനോ വസ്തു മേടിക്കാനോ വീട് വാങ്ങാനോ വാഹനം വാങ്ങാനോ ഒക്കെ അനുകൂലപ്രദമായ വർഷമാണ്. കുറേ കാലമായിട്ട് എനിക്കൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്നവർ ധൈര്യമായിട്ട് ഈ വർഷം തുടങ്ങുക. നിങ്ങൾക്ക് ഈ വർഷത്തിൽ വീട് പണി തുടങ്ങുകയാണെങ്കിൽ വീട് പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ വാഹനം വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലപ്രദമായ അവസ്ഥ ഉണ്ടാവും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല വാഹനം വാങ്ങാൻ പറ്റും. അതുപോലെ ജോലിയിൽ പുരോഗതി ഉണ്ടാവും. അപ്പോൾ അതിനെല്ലാം അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്ക് സംജാതമായിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പ്രധാനമായിട്ട് സൂക്ഷിക്കേണ്ടത് ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. നമുക്കൊരു വർഷത്തെ ഫലം, ഓരോ കാര്യങ്ങൾ ഭംഗിയാകാൻ വേണ്ടി ഒരു വർഷത്തേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകണം. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ ഭംഗിയായി നടക്കത്തുള്ളൂ. അതേപോലെ നമുക്ക് പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കുമൊക്കെ ഇടവരുന്ന അവസ്ഥാവിശേഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നവർ ഇന്ന് അവധിയാണ് എങ്കിൽ പോലും രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുക. ഇന്ന് രാവുകാല സമയം വരുന്നത് കലണ്ടറിൽ 9 മണി തൊട്ട് 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ 7:30 മണി മുതൽ 9 മണി വരെ അല്ല, 7:41 തൊട്ട് രാവുകാലം ആരംഭിക്കും. 9 മണി 13 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവുകാലത്തിന് മുമ്പോ ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുക. അതുപോലെ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:02 തൊട്ട് 12:50 വരെ വരുന്ന സമയമാണ്. ഈ സമയവും നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ ശുഭകാര്യങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ശരിക്ക് ജ്യോതിഷ ശാസ്ത്ര പ്രകാരം എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. നമുക്ക് ഗുളികകാലവും യമകണ്ഠ കാലവും. ഗുളികകാലവും യമകണ്ഠ കാല സമയവും വളരെ ശ്രദ്ധിക്കേണ്ട 2 സമയങ്ങളാണ്. അത് ഗുളികൻ്റെ സമയം വരുന്നത് 2 മണി മുതൽ 3:34 വരെ.
2 തൊട്ട് 3:34 വരെ യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും 10 മണി 51 മിനിറ്റ് തൊട്ട് 12 മണി 26 മിനിറ്റ് വരെ യമകണ്ഠകാല സമയവും. അതുപോലെ അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യം കൊടുക്കാം. ഞാൻ പറഞ്ഞു ഇന്ന് 12 മണി 2 മിനിറ്റ് തൊട്ട് ആരംഭിക്കുകയാണ്, 12:50 വരെ ഉണ്ട് ദാനം. അപ്പോൾ നമുക്ക് അതിന് സമയത്തെടുക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങാനോ അതുപോലെ വീടുകളിൽ ദർശനത്തിനോ വല്ല ഫംഗ്ഷനോ ഒക്കെ പോകുന്നവരാണെങ്കിൽ ഇന്ന് ദിവസം വസ്ത്രധാരണത്തിൽ വെളുപ്പ് വസ്ത്രം അല്ലെങ്കിൽ ശുഭ്രവസ്ത്രം ധരിക്കുക. അത് വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ വസ്ത്രധാരണത്തിന് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷപ്രദമായ ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.